الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. اتقوا الله عباد الله. ഏറ്റവും സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആ റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനും കഴിഞ്ഞ് പെരുന്നാളിൻ്റെ സുദിനത്തിൽ നിന്നും വിട പറഞ്ഞ് വീണ്ടും റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു ജുമായിൽ കൂടി പങ്കെടുക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. പടച്ച റബ്ബ് ഈമാനോട് കൂടിയിട്ടുള്ള ഇതുവരെ നേടിയെടുത്ത തഖ്വയും ഇഖ്ലാസും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ദിവസം എങ്ങാനും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വലിയ യാത്ര നമ്മൾ പുറപ്പെട്ടാൽ ആ യാത്ര കഴിഞ്ഞ് മടങ്ങാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്നുള്ളത്, പടച്ചോനെ, എനിക്കൊരു ഭവനമുണ്ടല്ലോ, എനിക്കൊരു വീടുണ്ടല്ലോ, എൻ്റെ ഭാര്യയുള്ള, എൻ്റെ മക്കളുള്ള, എൻ്റെ മാതാപിതാക്കളുള്ള, എൻ്റെ കൂടപ്പിറപ്പുകളില്ല, സന്തോഷങ്ങൾ ഒത്തിണങ്ങി നിൽക്കുന്ന ഒരു ഭവനം എനിക്കുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനമാണ് പലപ്പോഴും ആ യാത്രയെ പെട്ടെന്ന് തിരിക്കുവാനുണ്ടാകുന്ന കാരണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വീടിനോട് വലിയ സ്നേഹമാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീടിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്
അള്ളാഹുവിന്റെ വീടിനെയാണ്. അഥവാ അള്ളാഹുവിന്റെ ഭവനങ്ങൾ എന്നറിയപ്പെടുന്ന പള്ളികളെയാണ് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പള്ളിയെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ടതും ആ പള്ളിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന നന്മകളെ കുറിച്ചിട്ടുമുള്ള ഹദീസുകൾ വ്യത്യസ്തമായി മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നാടുകളിൽ വെച്ച് ഏറ്റവും പടച്ച റബ്ബിന് ഇഷ്ടമുള്ളത് പ്രിയപ്പെട്ടവരെ അവിടുത്തെ പള്ളികളാണ്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, നാടുകളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അവിടുത്തെ പള്ളികളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, ആ നാടുകളിൽ വെച്ച് അവിടെ ഏറ്റവും വെറുപ്പുള്ളത് അവിടുത്തെ അങ്ങാടികളുമാകുന്നു. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് അള്ളാഹിന്റെ പള്ളി, അള്ളാഹ്ക്ക് വെറുപ്പുള്ളത് അവിടുത്തെ അങ്ങാടികള്. പ്രിയപ്പെട്ടവരെ, എന്താ അങ്ങനെ പറഞ്ഞാൽ? അള്ളാഹിന്റെ ഭവനത്തിലാണ് എല്ലാ നന്മകളും നടക്കുക. നമസ്കാരം പോലെയുള്ള, അതുപോലെ തന്നെ സതുപദേശം പോലെയുള്ള, ദിക്ർ പോലെയുള്ള, സ്വലാത്ത് പോലെയുള്ള മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾ മുഴുവനും സമ്മേളിക്കുന്ന ഒരു കേദാരമാണ് പ്രിയപ്പെട്ടവരെ അവിടുത്തെ പള്ളികള്. എന്നാൽ അങ്ങാടികളുടെ അവസ്ഥ എന്താണ്? എല്ലാവിധ മ്ലേച്ഛകരമായ മോശപ്പെട്ട ഗീബത്ത് പോലെയുള്ള, നമീമത്ത് പോലെയുള്ള മറ്റുള്ള എല്ലാ അക്രമങ്ങളുടെയും സങ്കേതമാണ് ആ അങ്ങാടി എന്നുള്ളത്. അത് അല്ലാഹുവിന് അവിടുന്ന് വെറുപ്പുള്ള കാര്യവുമാണ്. അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഭവനങ്ങളായ പള്ളികൾ, ആ പള്ളികളോടും ആ പള്ളികളെ കൊണ്ടു നടക്കുന്നതിലും നമുക്ക് വലിയ ഒരു താല്പര്യവും സ്നേഹവും അതിനുവേണ്ടി പ്രത്യേകമായ ഒരു താല്പര്യവും നമുക്ക് ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാട്ടോ, എന്താണെന്നറിയോ? മൻ ബനാ മസ്ജിദൻ ലില്ലാഹ്, ആരെങ്കിലും റബ്ബിന് വേണ്ടി ഒരു ഭവനത്തെ നിർമ്മിച്ചാൽ, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളിയെ നിർമ്മിച്ചാൽ, ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ലാ, പടച്ച റബ്ബ് സ്വർഗ്ഗത്തിൽ അതുപോലൊരു വീട് അവൻക്ക് വേണ്ടി നിർമ്മിക്കുന്നതാണ്. അല്ലാഹുവിന് വേണ്ടി നമ്മൾ ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്താൽ അല്ലാഹു നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിലൊരു വീട്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചിട്ടുണ്ടോ അതിന്റെ വിശാലത? മറ്റൊരു ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി കഫമഫഅസ് ഖതാത്തിൻ ഔ അസ്ഗർ, ഒരാൾ ഒരു പക്ഷി അടയിരിക്കുമ്പോഴും സ്ഥലമുള്ള ഒരു ചെറിയ, അതിനേക്കാൾ നിസ്സാരമായ ഒരു പള്ളി റബ്ബിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്താൽ, ബനല്ലാഹു ബൈതൻ ഫിൽ ജന്ന, പടച്ച റബ്ബ് അവൻക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കും. ഇതിന്റെ ഒക്കെ ശ്രേഷ്ഠതയാണ് നമുക്ക് ഈ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒറ്റക്ക് നിർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പള്ളി പരിപാലിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ഉണ്ടാക്കുന്നത് എന്നും എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വകയായി നമ്മുടെ സമ്പത്തിൽ നമ്മൾ പണം കൊടുക്കുക. നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇത്ര വർഷക്കാലം പടച്ച റബ്ബിന്റെ ആരോഗ്യവും അതുപോലെ തന്നെ നിഅമത്തുകളും എല്ലാം നമ്മൾ നുകർന്നുകൊണ്ട് നമ്മൾ ജീവിച്ചിട്ട് ആ റബ്ബിന്റെ പള്ളി പരിപാലിക്കാൻ വേണ്ടി, ആ റബ്ബിന്റെ പള്ളി നിർമ്മിക്കാൻ വേണ്ടി, അള്ളാന്റെ വീടിന് വേണ്ടി നമ്മുടെ സമ്പത്തിൽ നിന്ന് എത്രയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? നമ്മൾ ഉള്ളതിൽ നിന്ന് ഉള്ളതുപോലെ കൊടുക്കുക എന്നുള്ള രീതിയല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി കാണാൻ കഴിയും. എന്നാൽ ഇന്ന് ഈ പള്ളികളുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ വലിയ പ്രൗഢിക്കും സ്ഥാനത്തിനും മാനത്തിനൊക്കെ വേണ്ടി ആളുകൾ വലിയ വലിയ മിനാരങ്ങളും അതുപോലെ തന്നെ പ്രകാശപൂരിതമാക്കിക്കൊണ്ട് 24 മണിക്കൂർ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന രൂപത്തിലൊക്കെ നല്ല കളർഫുൾ ആക്കിയിട്ട് ഒരുപാട് സമ്പത്തിനെ ഇങ്ങനെ ചെലവഴിക്കുന്ന ഒരു രൂപമുണ്ടല്ലോ. അങ്ങനെ പള്ളികൾ മോടികൂട്ടുന്ന കാര്യത്തിലൊന്നും പരിശുദ്ധ ദീൻ ഇസ്ലാം പ്രത്യേകമായ താല്പര്യം കാണിച്ചിട്ടില്ല. അതിനെ വിലക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അത് അന്ത്യനാളിന്റെ ഒരു ലക്ഷണം കൂടിയാണ്. പള്ളികളെ മോടി പിടിപ്പിക്കുക, ആവശ്യമുള്ളതൊക്കെ അതിന്റെ അപ്പുറം ചെയ്യുന്ന വർക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഖൂമു സ്സാഅതു ഹത്താ യതബാഹ അന്നാസു ഫിൽ മസാജിദ്.
ജനങ്ങൾ പള്ളികൾ മോടികൂട്ടുന്നതിനേക്കാൾ പെരുമ കാണിക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കില്ല എന്ന് നമ്മുടെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ അല്ലാഹ് നൽകിയ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ആ റബ്ബിന് വേണ്ടി ഒരു പള്ളിയെങ്ങാനും നമ്മുടെ വകയായി നിർമ്മിച്ചു കൊടുത്താൽ പ്രിയപ്പെട്ടവരെ, നാളെ സ്വർഗമാണ്, സ്വർഗത്തിലെ ഒരു വീടാണ് നമുക്ക് റബ്ബ് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും ആ ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ മടിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പള്ളി നിർമ്മാണം പോലെ തന്നെയാണ് പള്ളിയെ പരിപാലിക്കുന്നതും. ആ പള്ളിയെ പരിപാലിക്കുന്ന വ്യക്തികളാണ് പ്രിയപ്പെട്ടവരെ നാളെ ഉന്നതരായിട്ടുള്ള ആളുകള്, അല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലെ നമ്മുടെ റൂമിൽ ഇങ്ങനെ കയറുമ്പോ ഫാനും ലൈറ്റൊക്കെ വെറുതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഓഫാക്കും, അല്ലേ? നമ്മൾ ഓഫാക്കും. കാരണം എന്താ? ഇത് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൊടുക്കേണ്ടത് ഞാനാണ്, ഞാൻ തന്നെ അത് കൊടുക്കണം, വേറെ ആരുമില്ല, എന്റെ വീടാണ് എന്നുള്ള ഒരു ബോധം, അല്ലേ? അള്ളാന്റെ പള്ളിയിൽ കയറിയാലും ഇതേ അവസ്ഥ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധം എനിക്കും നിങ്ങൾക്ക് ഉണ്ടാകണം. എന്തെങ്കിലും ഒരു മാലിന്യം കണ്ടാൽ, എന്തെങ്കിലും ഒരു പ്രയാസം കണ്ടാൽ, അത് എന്റെ റബ്ബിന്റെ ഭവനമാണ്, ഞാൻ സംരക്ഷിക്കേണ്ടതാണ്, എനിക്കതിന് പ്രതിഫലമുണ്ട് എന്നുള്ള നീയത്തോടു കൂടി ചെയ്താൽ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? നമ്മളെന്താ വിചാരിക്കുക? അതിനൊക്കെപ്പെട്ട ആൾക്കാരില്ലേ? പ്രിയപ്പെട്ടവരെ, ആൾക്കാരുണ്ടെങ്കിൽ അവർ ചെയ്താൽ ആ നന്മ അവര് കൊണ്ടുപോകും, ആ നന്മ അവര് കൊണ്ടുപോകും. നമുക്ക് നന്മ ആര് തരും? നമുക്ക് പ്രതിഫലം ആര് തരും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അല്ലാഹുവിന്റെ ഭവനത്തെ നിർമ്മിക്കുന്നത് പോലെ തന്നെയാണ് അതിനെ പരിപാലിക്കുന്നത്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മലക്കുകളെ, ഐന ജീറാനി, എന്റെ അയൽക്കാരെവിടെയാണ് മലക്കുകളെ എന്ന് ചോദിക്കുമ്പോ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബേ, നിന്റെ അയൽക്കാരനാകാൻ യോഗ്യതയുള്ളത് ആരാണ്? അപ്പോൾ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, പള്ളി പരിപാലിച്ച ആളുകൾ എവിടെയാണ്? പള്ളി പരിപാലിച്ച വ്യക്തികൾ എവിടെയാണ്? അവരാണ് എന്റെ അയൽക്കാരെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഇനി ആരാണ് അല്ലാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടത്? വളരെ കൃത്യമായി ദീൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എത്രയോ ആളുകൾ വെറുതെ ഒരു പ്രൗഢിക്കും, അതുപോലെ തന്നെ ഞാൻ വലിയ സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ പ്രസിഡന്റാണ്, ഞാൻ വലിയ ഖത്തീബാണ്, ഉസ്താദ് എന്നുള്ള നിലക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെയല്ല, അതിന് കൃത്യമായ ഒരു റൂട്ട് പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇഖ്ലാസ് എങ്ങാനും മാറിപ്പോയാൽ അള്ളാന്റെ അടുത്ത് കൂലി കിട്ടൂല. നമ്മൾ കഴിഞ്ഞ റമദാൻ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്. നമ്മുടെ നിയ്യത്ത് മാറിയാൽ പ്രിയപ്പെട്ടവരെ പ്രതിഫലമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചരി പ്രതിഫലം പോലും ആ വിഷയത്തിൽ നമുക്ക് തരുന്നില്ല. പിന്നെ എന്തിനാ പ്രിയപ്പെട്ടവരെ ഇഖ്ലാസ് നമ്മൾ മാറ്റിവെക്കുന്നത്? ആ പള്ളി പരിപാലിക്കുന്ന ആളുകളുടെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ടുപോയി പഠിപ്പിച്ചു നമ്മളെ. കഅബയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് പള്ളി പരിപാലിക്കുന്നവർക്ക് വേണ്ട യോഗ്യത, ആ യോഗ്യതകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചപ്പോൾ പറയുകയാണ്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ആരാണ് റബ്ബിന്റെ പള്ളികളെ പരിപാലിക്കേണ്ടത്? അല്ലാഹുവിന്റെ ഭവനങ്ങളെ പരിപാലിക്കേണ്ടുന്ന ആളുകളുടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാകണം, അവർ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ആളുകളാകണം. നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന ആളുകളാകണം. സകാത്ത് കൃത്യമായി കൊടുക്കുന്ന ആളുകളാകണം. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവേ അല്ലാതെ ഭയപ്പെടാതിരിക്കുകയും ചെയ്തവര് മാത്രമായിരിക്കണം, പടച്ചോനെ ആയിരിക്കണം അവർ ഭയപ്പെടേണ്ടത്. എന്നാൽ അത്തരക്കാർ സന്മാർഗം പ്രാപിച്ചേക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ ഒരു അമാനത്താണ് പ്രിയപ്പെട്ടവരെ വിഷയം എന്നുള്ളത്.
നമ്മൾ നമ്മുടെ വീടിനെ സംരക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ ഭംഗിയായി നമ്മൾ സംരക്ഷിക്കേണ്ടത് അല്ലാഹുവിന്റെ ഭവനത്തെയാണ്. പള്ളിയിലേക്ക് കയറുമ്പോ അവിടെ ബാങ്ക് കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ബാങ്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, അല്ലെ? അപ്പൊ ഈ വക കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേകമായ ശ്രദ്ധയുള്ള വിശ്വാസികളായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പള്ളികളെ കൃത്യമായി നമ്മൾ ആദരിക്കുക. നമ്മുടെയൊക്കെ വീടുകളിൽ എത്രയെത്ര വിലപിടിപ്പുള്ള പൂച്ചട്ടികളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിന്റെ മുമ്പിലും പിറകിലും അതുപോലെ തന്നെ റൂമിലും ഒക്കെ നമ്മൾ അലങ്കരിച്ചിട്ടുള്ളത്, അല്ലെ? എത്രയോ സമ്പത്തിനെ ആവശ്യമില്ലാത്ത രൂപത്തില്, അല്ലെ? നമ്മൾ സാധാരണ പറയലുണ്ട്, നമുക്കൊരു പൈസ ഇങ്ങോട്ട് കിട്ടാത്തൊരു മേഖലയാണ് വീട് പണി എന്നുള്ളത്. കാരണം നമ്മൾ വല്ലാതെ മൂടി പിടിപ്പിച്ചാൽ അതിങ്ങനെ ഭംഗി ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ആ ഒരു ഭംഗി നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, ആ നമ്മുടെ വീടിനോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു കാരുണ്യം, ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അള്ളാന്റെ പള്ളിനോട് നമുക്ക് ഉണ്ടാകണം. എത്ര പള്ളികളാണ് പ്രിയപ്പെട്ടവരെ അനാഥകരായി കിടക്കുന്നത്. എത്രയോ പള്ളികൾ ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കൃത്യമായിട്ട് ഓരോ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്ക് അള്ളാന്റെ ഭവനത്തിനോട് ഒരു പ്രതിബദ്ധത കാണിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്, അല്ലേ? ആര് നൽകിയതാ പ്രിയപ്പെട്ടവരെ സമ്പത്ത്? അള്ളാഹ് നൽകിയതാണ്. ആര് നൽകിയത്? ആരോഗ്യം അള്ളാഹ് നൽകിയതാണ്. അതുകൊണ്ട് ആ റബ്ബിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അതിനെ വിനിയോഗിക്കാൻ, അതിനെ പരിപാലിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ബിനാഇൽ മസാജിദി ഫിദ്ദൗർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി വീടുകളിലൊക്കെ ഒരു പള്ളി പോലെ നിങ്ങൾ സ്ഥലമുണ്ടാക്കണം. അഥവാ നമസ്കരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൃത്യമായി കൊണ്ട് ഒരു പള്ളി അവിടെ നിർമ്മിക്കണം. അത് നിങ്ങൾ വൃത്തിയാക്കണം, അവിടെ നിങ്ങൾ സുഗന്ധം പൂശണം, അവിടെ പരിമളം പരക്കണം. ഏറ്റവും നല്ല വൃത്തിയോടുകൂടി നിങ്ങൾ അതിനെ കൊണ്ടു നടക്കണമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ എത്രയോ നല്ല വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. അത് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അവരവരുടെ പേരക്കുട്ടികളെ, പൊന്നോമന മക്കളെ നോക്കുന്നത് പോലെ 24 മണിക്കൂറും അവരുടെ ഹൃദയങ്ങളിൽ ഈ പള്ളിയുമായി കൊണ്ടുള്ള മനസ്സ്, ആ പള്ളിയുടെ വിഷയത്തിലായിരിക്കും അവർ കൂടുതൽ ശ്രദ്ധ. ഒരു യാത്ര പോയാൽ, ഒരു വിരുന്ന് പോയാൽ, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടാൽ അവിടുത്തെ കാര്യങ്ങൾ എന്തായി, അവിടെ നിന്ന് നമസ്കാരം നടന്നോ, അവിടുത്തെ വിഷയങ്ങൾ എന്തായി, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു പ്രതിബദ്ധത കാണിക്കുന്ന എത്രയോ സന്മനസ്സുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. അവരെന്നും നമുക്ക് മാതൃകയാണ്. അതുകൊണ്ട് നമ്മുടെ ഖബറിലേക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളാണ്. ഒരു മകനും ഒരു മകളും നാളെ പരലോകത്ത് ഒരു തരി അമല് നൽകിക്കൊണ്ട് നമ്മളെ സഹായിക്കാൻ വരൂല. ഒരാൾ നമ്മളെ സഹായിക്കാൻ വരൂല. ഇന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ ഒരു പക്ഷേ നമുക്ക് കാവലിൽ നിന്നാലും നമുക്ക് വേണ്ടി സഹായിച്ചാലും കോടാനകോടി ആളുകൾ നിലനിൽക്കുന്ന മഹ്ശറാവൻ സഭയില് പടച്ച റബ്ബിന്റെ വിചാരണയുടെ മുമ്പില് പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാൻ നമുക്ക് നമ്മുടെ അമലുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പള്ളികളുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഞാനത് പറയാനുണ്ടായ കാരണം പ്രിയപ്പെട്ടവരെ, ഒരുപാട് പള്ളികൾ ഇപ്പോൾ ഓരോ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നാട്ടിലൊരു പള്ളി ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ നാട് മെച്ചപ്പെടും. ഒരു മദ്രസയുണ്ടെങ്കിൽ ആ നാട് മെച്ചപ്പെടും, അല്ലെ? അവിടെ ദീനിയായ ചർച്ചകളും ദീനിയായ മേഖലകളും ഖുതുബകളും പ്രഭാഷണങ്ങളും ആളുകൾ ദഅവത്തിലേക്ക് ക്ഷണിക്കലും അവിടെ രൂഢമൂലമായാൽ ഒരു പ്രദേശം മുഴുവനാണ് ഹിദായത്തിലേക്ക് എത്തുന്നത്. അതേ, ജീർണതകൾക്കെതിരെ സംസാരിക്കാൻ, ശിർക്കിനെതിരെ പോരാടാൻ, അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ഈ മഹനീയമായ സംരംഭമായ അല്ലാഹുവിന്റെ ഭവനങ്ങളെ കാക്കുവാനും സംരക്ഷിക്കുവാനും
പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട്. റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ആ രൂപത്തിൽ നല്ലതുപോലെ നമ്മുടെ സമ്പത്തിനെ അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടി ചിലവഴിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ പിരിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഒന്നാമത്തെ ജുമയിൽ നമ്മൾ സംഘടിച്ചിരിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമ്മൾ നേടിയെടുത്ത ഒരുപാട് തഖ്വയും ഇഖ്ലാസും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് അമലുകളും നമ്മുടെ കൈകളിലുണ്ട്. ആ നന്മകള് മരണം വരെ പിടിച്ചു നിൽക്കുവാനും മരണം വരെ പടച്ചോനെ അത് നിലനിർത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുവാനും പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസരം നമ്മൾ മുതലെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വിഷയങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പുലർത്തുവാൻ, അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ആ റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അർഹമുർ റഹീമീനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിന് നല്ല ഒരു മനസ്സ് നൽകി പടച്ച റബ്ബ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഭവനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമാണ്. നാളെ പരലോകത്ത് 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണലിട്ട് കൊടുക്കും. ആ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാലോ. ഏറെ പ്രയാസം നിറഞ്ഞ, ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞ, ഒരാളും സഹായിക്കാനില്ലാത്ത ആ ഒരു അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ അർശിന്റെ തണല് 7 വിഭാഗം ആളുകൾക്ക് ഇട്ട് കൊടുക്കുക. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് പ്രിയപ്പെട്ടവരെ വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. പള്ളിയുമായി ഹൃദയം ബന്ധപ്പെടുത്തിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയം പള്ളിയുമായിട്ടായിരിക്കും. നമസ്കാരത്തിന്റെ വിഷയമാണെങ്കിലും, ആ പള്ളിയിൽ നടക്കുന്ന ക്ലാസ് ആണെങ്കിലും, ആ പള്ളിയിൽ നടക്കുന്ന മറ്റുള്ള ദീനിയായ മേഖലകളാണെങ്കിലും, ആ പള്ളി പരിപാലിക്കുന്ന വിഷയത്തിലാണെങ്കിലും, ഏത് സന്ദർഭത്തിലും അദ്ദേഹത്തിന്റെ ഹൃദയം കണക്ട് ചെയ്തിട്ടുണ്ടാവുക പള്ളിയുമായിട്ട്. അങ്ങനെയുള്ള വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അർശിന്റെ തണൽ കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കൊക്കെ വേടിക്കാൻ കഴിയുന്നതാണ്. നമ്മളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് സാധ്യമാകുന്നത്. ഓക്കെ, നിങ്ങൾ എത്രയെത്ര നാടുകളിലാണ് അല്ലാഹുവിന്റെ ഭവനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകള് അത് ചെയ്തു കൊടുക്കാനുള്ള കാരണം എന്താ പറയുക പ്രിയപ്പെട്ടവരെ? സ്വർഗം ആഗ്രഹിച്ചിട്ടാണ്, സ്വർഗത്തിൽ ഒരു വീട് ആഗ്രഹിച്ചിട്ടാണ്. നമുക്ക് ഒരു ഭവനം അങ്ങ് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ സമ്പത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടി എന്റെ സമ്പത്തിൽ നിന്നിതാ പടച്ചോനെ നിന്റെ പ്രീതിയും നിന്റെ പൊരുത്തവും ആഗ്രഹിച്ച് ഞാനിതാ ഒരു സംഖ്യ നൽകിയിരിക്കുന്നു എന്നുള്ള നിയ്യത്ത് വെച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. ഹദീസ് നോക്കൂ നിങ്ങൾ. ഒരു പക്ഷിക്ക് ഇരിക്കാവുന്ന സ്ഥലം അത്രയേറെ ചെറുതാണെങ്കിലും പടച്ച റബ്ബ് അവർക്ക് സ്വർഗത്തിൽ ഒരു വീട് തരുന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇതിനോടൊന്നും നമ്മൾ കണ്ണു കാണിക്കാതെ, ഇതിനോടൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ നമ്മുടെ സമ്പത്തും നമ്മുടെ കുടുംബവും നമ്മുടെ ബിസിനസ്സുമായിട്ട് നമ്മൾ പോയാൽ പ്രിയപ്പെട്ടവരെ, ഇവരാരും നമ്മളെ സഹായിക്കാനില്ലാത്ത ഒരു ലോകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു വാസ്തവം തിരിച്ചറിയേണ്ടത് ഈ ദുനിയാവിലൂടെയുള്ള ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നന്മകൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. കഴിവിന്റെ പരമാവധി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധമായും പള്ളിയിൽ ജമാഅത്തിന് തന്നെ പങ്കെടുക്കുക. പ്രിയപ്പെട്ടവരെ, എത്ര സമയം ഒരു ജമാഅത്ത് നമസ്കാരം നിർവഹിക്കാനുള്ള സമയം നമുക്ക് ആവശ്യമുള്ളത്? ഏറി വന്നാൽ ഒരു 20-25 മിനിറ്റ്, ഒരു 20-25 മിനിറ്റ് അല്ലാഹുവിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖബറിലെ രക്ഷയ്ക്ക് വേണ്ടി
അല്ലേ? അതും പടച്ച റബ്ബ് ആ നൽകിയിട്ടുള്ള സമയത്തിന്റെ വിശാലതകൾ നോക്കിയേക്കാണെങ്കിൽ സുബഹി കഴിഞ്ഞാൽ പിന്നെ ളുഹറാണ്. എത്ര ഗ്യാപ്പ് ഉണ്ട്! ളുഹർ കഴിഞ്ഞാൽ പിന്നെ അസ്റാണ് പ്രിയപ്പെട്ടവരെ. എത്ര ഗ്യാപ്പ് പടച്ച റബ്ബ് നമുക്ക് നൽകി. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഗ്യാപ്പ് തന്നു. നമ്മുടെ പ്രകൃതത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ, നമ്മുടെ നിലപാടിന് ആവശ്യമായ പടച്ച റബ്ബ് നമുക്ക് നൽകിയ ഈ ഇബാദത്തിനെ പള്ളിയിൽ വന്നുകൊണ്ട് നിർവഹിക്കുവാൻ പുരുഷന്മാരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, നമ്മുടെ മക്കളെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എപ്പോഴും നമ്മൾ അടുപ്പിക്കുക. പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. പള്ളി പരിപാലിക്കുന്നത്, പള്ളിയിൽ വല്ല വൃത്തികേട് കണ്ടാൽ അത് നീറ്റാക്കുന്നത്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ പള്ളികൾ കൃത്യമായി ശുചീകരിക്കുമ്പോ അവരൊക്കെ പങ്കാളികളാക്കി പ്രിയപ്പെട്ടവരെ നമ്മൾ കൊണ്ടുവരിക. എന്തിനു വേണ്ടിയിട്ടാ? നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ, നമ്മുടെ ഖബർ വിശാലമാകാൻ, നമുക്ക് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ. ഇത് പടച്ച റബ്ബിന്റെ വീടുമായി ബന്ധപ്പെട്ട അല്ലാഹുവിന്റെ ഭവനമായി കൊണ്ട് പടച്ച റബ്ബ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ഒന്നാമത്തെ വെള്ളിയാഴ്ച നമ്മൾ ഇന്ന് കൂടിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമ്മൾ എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തണൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ചാരിറ്റി പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യയിലുടനീളം 81 ഡയാലിസ് കേന്ദ്രങ്ങളാണ് ആ തണലിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചോളാണ്, ആ 81 കേന്ദ്രങ്ങൾ ഇവിടെ നടക്കുമ്പോ ഓരോ രോഗികളും വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് വരുമ്പോ പ്രിയപ്പെട്ടവരെ, ആ ഡയാലിസിസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചെലവ് അല്ലെ എത്ര വലുതായിരിക്കും. ഇപ്പൊ എത്രയോ സഹോദരി സഹോദരന്മാർ പ്രിയപ്പെട്ടവരെ വൃക്ക തകരാറിലായി ആയിരക്കണക്കിന് രോഗികളാണ് പ്രിയപ്പെട്ടവരെ ദൈനംദിനം സമൂഹത്തിന്റെ മുമ്പിൽ കടന്നു വരുന്നത്, സോഷ്യൽ മീഡിയകൾക്ക് മുമ്പിൽ കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും ഇഷ്ടമുണ്ടായിട്ടാണോ കടന്നു വരുന്നത്? ആർക്കെങ്കിലും ഇഷ്ടമുണ്ടായിട്ടാണോ നമ്മളെന്നെ സഹായിക്കണം എന്ന് പറഞ്ഞത്? അല്ല, സഹായത്തിന് കൈകൾ നീട്ടുകയാണ്. അത്ര വലിയ ഭീമമായ സംഖ്യ അവരെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വൃക്കയുള്ള ആളുകളാണ്. ഞാൻ ബോധപൂർവമാണ് പറഞ്ഞത്, നമ്മുടെ ശരീരത്തിലൊക്കെ വൃക്കയുള്ള ആളുകളാണ്. ഇന്ന് ചൂടുണ്ടാകുമ്പോ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഫ്രിഡ്ജ് തുറന്ന് നല്ല സുന്ദരമായ പാനീയം, ജ്യൂസ് നമ്മളിങ്ങനെ ഇറക്കി കുടിക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അത് നുകർന്ന് കുടിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത ഈ രോഗികള് ആരും കാണാതെ ഇവരെ ഒളിച്ചിരുന്ന് പോയിട്ട് വെള്ളം കുടിക്കുക. ഇത്ര രോഗികളെന്നറിയാം. ബാത്റൂമിക്കാന്ന് പറഞ്ഞ് പോവുകയാണ്. ബാത്റൂമിക്കല്ല പോണത്, അവിടെ പോയിട്ട് വെള്ളം കുടിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര പ്രയാസം ഉണ്ടാകും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പെടുത്ത് ആ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിലൂടെ ആ വെള്ളം ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന സുഖം 10-29 ദിവസം ആസ്വദിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആസ്വദിച്ചില്ലേ നമ്മൾ അല്ലേ? ഈ രോഗികൾക്കൊക്കെ പൂതിയാവുമ്പോൾ അവർക്ക് കുടിക്കാൻ കഴിയില്ല. അത്രയേറെ അതിന്റെ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് കാണാൻ കഴിയും. ഞാൻ കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേലുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ ആ തണൽ ചാരിറ്റിക്ക് വേണ്ടി നമ്മൾ സംഭാവന ചെയ്യുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കളക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ നല്ല നീയത്തോടു കൂടി പഠിച്ചോനെ, ഇത്തരത്തിലുള്ള മാരകമായി കൊണ്ടുള്ള രോഗങ്ങളിൽ നിന്ന് എന്നെയും കുടുംബത്തെയും നാട്ടുകാരെയും പഠിച്ചോനെ നീ രക്ഷപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥനകളാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യുക? സഹായിക്കുക. നമ്മളും മനുഷ്യരാണ്. നമുക്കുമുണ്ട് ഭാര്യമാർ, നമുക്കുമുണ്ട് മക്കൾ, നമുക്കുമുണ്ട് മാതാപിതാക്കൾ. ഭീതിജനകമായ ഇത്തരത്തിലുള്ള വാർത്തകൾ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും സാധ്യമല്ല. എല്ലാം അറിയുന്നവൻ റബ്ബാണ്. ഒരു പക്ഷെ നമ്മുടെ സ്വതക കൊണ്ട്, നമ്മുടെ ദാനധർമ്മം കൊണ്ട് പടച്ച റബ്ബ് നമുക്ക് വേറെ വരുന്ന ആ ഭീകരമായ അവസ്ഥയെ പടച്ച റബ്ബ് ഒരു പക്ഷേ നമ്മളിലേക്ക് ഇല്ലാതാക്കി കളഞ്ഞേക്കാം. അതുകൊണ്ട്
നല്ല നീയത്തോടുകൂടി ആ ഒരു വിഷയത്തിൽ പ്രത്യേകമായ ശ്രദ്ധ കാണിക്കുക. രോഗികളൊക്കെ ഒരുപാട് നമ്മുടെ നാടുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഹോസ്പിറ്റലുകളുമായി കൊണ്ട് കഴിയുകയാണ്. നമ്മുടെയൊക്കെ കുട്ടികളെ ഒഴിവുണ്ടാകുന്ന സമയത്തൊക്കെ കൈയൊക്കെ പിടിച്ച് നമുക്കിന്നൊരു സ്ഥലം വരെ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം നമ്മുടെ മക്കളെ. വെറും മൊബൈൽ ഫോണിലും ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയകളുമായി ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം യുവതി യുവാക്കളുണ്ട്. ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്നറിയാത്ത, മാതാപിതാക്കളോടുള്ള കടമകൾ എന്തെന്നറിയാത്ത, സമൂഹത്തോട് ഞങ്ങൾക്കുള്ള ബാധ്യതകൾ എന്തെന്നറിയാത്ത ഒരു കൂട്ടം യുവാക്കൾ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ശരീരവും എനിക്കിഷ്ടമുള്ളത് ചെയ്യുമെന്നുള്ള ഒരു ന്യായവുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുവാക്കളുടെ അടുത്തേക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗികളുടെ അവസ്ഥകള് കാണിച്ചു കൊടുക്കുക, അവരെ ബോധ്യപ്പെടുത്തുക. മോനെ, നീ എത്ര സുഖസുന്ദരവാനാണ്, നിന്റെ ഭക്ഷണത്തിന്റെ ശൈലി എത്രയാണ്, നിനക്കുള്ള വസ്ത്രം എത്രയാണ്, നിനക്കുള്ള സൗകര്യം എത്രയാണ്, നിന്നെ പോലെ കഴിയേണ്ട ആളുകളാണ് ഈ സഹവസിക്കുന്നുള്ള ബോധം നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുക. അതുമൂലം നമുക്കും ഒരു ഭയമുണ്ടാകും, ഒരു പേടിയുണ്ടാകും, ഒരു വിനയഭാവം പടച്ച റബ്ബിങ്കിലേക്ക് നമുക്കും വരും. പ്രിയപ്പെട്ടവരെ, അത് ഉണ്ടായാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാകും, നമ്മുടെ കർമ്മങ്ങൾ നന്നാകും, പേടിയുണ്ടാകും. ഹൃദയങ്ങൾ പേടിച്ചു വിറച്ചാൽ പ്രവർത്തനങ്ങളിൽ കർമ്മനിരതരായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങളാൽ അടിമപ്പെട്ട് കഴിയുന്ന എല്ലാ രോഗികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകിയവർ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായി കൊണ്ടുള്ള എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണേ. നാളെ ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കുമാക്കുമ്പോൾ മുവഹ്ഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ, മുഖ്ലിസീങ്ങളുടെ കൂടെ നാഥ നീ ഞങ്ങളെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഒരു മാസക്കാലം ഞങ്ങൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും, ഞങ്ങളുടെ നോമ്പും, ഞങ്ങളുടെ പരിശുദ്ധ ഖുർആൻ പാരായണങ്ങളും, തറാവീഹ് നമസ്കാരങ്ങളും, ഖിയാമുൽ ലൈലുകളും എല്ലാം പരിപൂർണമായി നാഥ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണേ. വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരുമാറാകണേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന്, അപകട രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങൾ നിർവഹിക്കുന്ന ഞങ്ങളുടെ സ്വതക്കകൾ എല്ലാം നീ പരിപൂർണമായി ഇഖ്ലാസോടുകൂടി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണേ. അല്ലാഹുവേ, കടം കൊണ്ട് കഷ്ടപ്പെടുന്ന, വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും അവരുടെ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കുമാറാകണേ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ പേരിലും അല്ലാത്ത പേരിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് ഫലസ്തീനിലെ പിഞ്ചോമന മക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും നീ ശാന്തിയും സമാധാനവും നൽകി നീ അവർ അനുഗ്രഹിക്കുമാറാകണേ. അവരുടെ ജീവിതത്തിൽ നീ അവർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم انصر على بلاد فلسطين، اللهم ارحم على فلسطين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.